ഇതിനിടയിൽ കൂടി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യം. ഇടതു സർക്കാരിൻ്റെ കാലത്ത് ടാക്സ് എടുക്കാൻ വേണ്ടി പറഞ്ഞു, അത് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മുന്നോട്ടുള്ള പോക്കായിരുന്നു. പക്ഷേ ആ സമയത്ത് അതിനുശേഷം വഖഫ് സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചാളുകൾ, ഞാനിപ്പോഴും പറയുന്നു, അവരാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഉണ്ടാക്കിയത്. വഖഫ് സംരക്ഷണ സമിതിയും എന്ന പേരിൽ നടക്കുന്ന ആളുകൾ തിരിച്ചറിയുക തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഈ വിഷയത്തിൽ ഇത്രമാത്രം കലുഷിതമായൊരു അന്തരീക്ഷം ഉണ്ടാക്കിയത് അവരുടെ ഇടപെടലാണ്. അതല്ലെങ്കിൽ വളരെ കൃത്യമായി ടാക്സ് അടച്ചു പോകുമായിരുന്നു. ആ ടാക്സ് അടച്ചു പോകുമായിരുന്നതിനെ അത് അവരാണ് നിഷേധിച്ചത്. പക്ഷേ ഈ ചോദ്യത്തിലാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. 88-ലും 90-ലും നിങ്ങൾ വാങ്ങിച്ച ഭൂമി 2019 വഖഫായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നീതി കിട്ടുന്നൊരു ചോദ്യം ഉണ്ടാവുന്നത്? ഇതാണ് ട്രിബ്യൂണലിലെ ചോദ്യം. ആ ചോദ്യം ചോദിച്ചിരിക്കുന്നതാവട്ടെ നിലവിൽ ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, ഇത് ഒരു മാരീച രാഷ്ട്രീയ തന്ത്രമാണ്. നിങ്ങൾ ഒന്നിനെ ചൂണ്ടിക്കാട്ടും, എന്നാൽ അത് വെച്ച് പൊതുബോധം സൃഷ്ടിക്കും, എന്നാൽ അതിന് ഘടകവിരുദ്ധമായി നിങ്ങളുടെ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി നിങ്ങൾ ആ നിയമം നടപ്പിലാക്കും. ഇതാണ് മുത്തലാഖിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്, ഇതാണ് ഇപ്പോൾ വഖഫിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മുനമ്പത്തെ മനുഷ്യരെ ബലിയാടുകളാക്കി എന്ന് പറഞ്ഞാൽ പോലും അത് തെറ്റില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മുനമ്പത്തെ ഈ വിഷയം പരിഹരിക്കും എന്ന പേരിൽ കൊണ്ടുവന്ന നിയമം വന്ന് പിറ്റേ ദിവസം 50 പേരെയാണ് മുനമ്പത്ത് നിന്ന് BJP-യിലേക്ക് കൊണ്ടുപോയത്. ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണ് എന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ എന്തിനാണ് വലിയ ബോധം ഉണ്ടാവുന്നത്? അതുകൊണ്ട് ഇത്തരം നീക്കങ്ങളെ നമ്മൾ കരുതിയിരിക്കുക തന്നെ വേണം.